ഈ സ്മാരകത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. LP സ്കൂളാണ്. കുമാരകോടി ഇതിൽ കല്ലിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഈ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് മഹാകവി കുമാരനാശാനെ അടക്കിയ സ്ഥലം. ഇതെല്ലാം പുള്ളിയുടെ ഓരോ കവിതകളാണ്. ഇത് ഓരോ കവിത ഇതാക്കി ചന്ദ്രലക്ഷ്മി അതുപോലുള്ള ഓരോരോ കവിതകൾ പടമാക്കി വെച്ചിരിക്കുന്നു അല്ലേ? ചന്ദ്രലക്ഷ്മി കുട്ടി നന്നായിട്ട് ഈ മനുഷ്യൻ എത്ര കവി ഈ ആറ്റിലാണ് മരിച്ചത്. പല്ലനയാർ ആണ് ഈ കാണുന്നത്. ഈ ആറ്റിലാണ് ബോട്ട് മുങ്ങി മരിച്ചത്. കുമാരനാശാൻ മരിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. അതെ അതെ, നാട്ടുകാർ ഇവിടുന്ന് ബോഡി കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഇവിടെ തന്നെ അവർ അടക്കുമായിരുന്നു. വളരെ മനോഹരമായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഈ നാട്ടുകാർ ഈ ഒരു കുടീരം. മഹാകവി കുമാരനാശാൻ ജനിച്ച 1973. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഈ സ്മാരകം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പരിപാടികളൊക്കെ നടത്തണമെങ്കിൽ അനുവാദം മേടിക്കണമെന്ന് ആണ് എഴുതി വച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഈ പല്ലനയാറിൻ്റെ സൈഡിൽ അവർ ഈ സ്മാരകം സൂക്ഷിച്ചിരിക്കുകയാണ്. മഹാകവി കുമാരനാശാൻ സ്മൃതി മണ്ഡപം ആണ്. ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടി നമുക്ക് നടന്ന് ഈ പല്ലനയാറ് നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഈ ആറ്റിലാണ് അദ്ദേഹം വള്ളം മറിഞ്ഞ് മരിച്ചത്. കുമാരനാശാൻ വള്ളം മറിഞ്ഞ് മരിച്ചു എന്ന് നമുക്ക് അറിയാം. അത് ഈ ആറ്റിലാണ് മരിച്ചത്. ഇതാണ് ആ സ്മൃതി മണ്ഡപം. ഇതിനുള്ളിലൊരു സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിലൂടെ നമുക്ക് നടന്ന് പോകാൻ സാധിക്കും.
വളരെ മനോഹരമായിട്ടാണ് അവരിത് ആളുകളിത് സൂക്ഷിക്കുന്നത്. ഇവിടെ മലിനമാക്കരുത് എന്ന് വൃത്തിയാക്കി എഴുതിയിട്ടുണ്ട്. ആൾക്കാരിവിടെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ കണ്ടിട്ട്? നല്ല കുമാരനാശാന്റെ സ്മൃതി മണ്ഡപം ആൾക്കാർക്ക് വരാനും ഇവിടെ എൻജോയ് ചെയ്യാനും ഇത് കാണാനും പിള്ളേരെയൊക്കെ പറഞ്ഞു കൊടുക്കാനും പിള്ളേർക്ക് കാണിക്കാൻ ഒരു മഹാകവിയുടെ മാസ്ക് മാറ്റിയിട്ട് ഒരു മഹാകവി മരണപ്പെട്ട സ്ഥലം അവർ എല്ലാവരും കുറിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പൊതുവെ ഇഷ്ടപ്പെടും. സന്ധ്യാസേനകളിലൊക്കെ വന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ കൊണ്ടെന്നാണ് പറയുന്നത്. സമയം പോക്കുണ്ടല്ലേ? സമയം പോക്ക് ഒരു നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? നല്ല സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട്. അതുപോലെ ഇവിടെ വരുന്നവരും വൃത്തിയായിട്ട് നമ്മളോട് കെയർ ചെയ്യണം, വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇവിടെ ചപ്പുചവറുകൾ ഇടരുതെന്ന് ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, വരുന്നവരോട് അത് ശ്രദ്ധിച്ച് ചെയ്യും. ഇപ്പോൾ ഇത്രയും നല്ല വൃത്തിക്ക് അവർ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്.